ചൂലും പിടിച്ച് മാനത്ത് നോക്കി നിൽക്കുന്നത് എന്തായിരിക്കുന്നല്ലേ, വേറൊന്നുമല്ല കേട്ടോ. കുറേ ദിവസമായിട്ട് ഇന്നാണ് കേട്ടോ മഴയില്ല ഒന്ന് തെളിഞ്ഞു നിന്നത്. മുറ്റം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ നടുപണിയൊന്നിരിക്കുന്ന കാരണം ഈ ചെറിയ ചൂല് കൊണ്ടൊന്നും എനിക്ക് മുറ്റം തൂക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദേ എൻ്റെ മോള് വണ്ടി ഉരുട്ടി കളിക്കുന്ന സാധനം കണ്ടോ. കൊള്ളാം, തേടിയ വള്ളി കാലി ചുറ്റി. ഇത് വാൾഫാനിൻ്റെ നെറ്റാണ് കേട്ടോ. നേരത്തെ വേറൊരു പരീക്ഷണം നടത്തി മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ. നമുക്കിത് എങ്ങനെയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്താക്കുന്നത് ചുറ്റിക പ്ലെയർ, ആക്സ് ബ്ലേഡ്, കുറച്ച് ആണി, ഉളി എല്ലാ സാധനവും പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലുള്ള എല്ലാവിധമായ സാധനങ്ങളും ഇരിപ്പുണ്ട് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അമ്മക്കുട്ടി കൂടെ ഇരിപ്പുണ്ടേ. ഇപ്പോൾ അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നിങ്ങളുണ്ടെങ്കിൽ കുറച്ച് മാറി ഇരുന്നോളാൻ പറ, അല്ലെങ്കിൽ അംഗങ്ങൾ വന്നാലോ. ക്യാമറാമാനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറച്ച് നീങ്ങി ഇരുന്നോളാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫോണൊക്കെ തെറിച്ച് ദൂരേക്ക് പോയാലോ. ഒരു വ്യക്തി നമ്മളത് രണ്ടായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സൈഡിലുള്ള ആ നെറ്റിൽ നിന്ന് അത് അകത്തിയെടുക്കണേ. അപ്പോൾ നമ്മളിത് ഒടിയാതെ ഓരോന്നോരോന്നായിട്ട് അകത്തി എടുക്കണം കേട്ടോ. അകത്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കൈ ഇരുന്ന് ഞെരുങ്ങാതെ നോക്കണേ. ഇതിപ്പോൾ ഒരുപാട് കട്ടിയില്ലാത്ത ഫാനായിട്ടോ, കുറേ നാളായതാണ് കേട്ടോ. ദ്രവിച്ചൊരു ഇതായിട്ടിരിക്കുന്നൊന്നും എടുക്കരുത് കേട്ടോ. എടുക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ല സാധനങ്ങൾ മാത്രമേ എടുക്കാവേ. അപ്പോൾ നമ്മളിത് ഒടിച്ചൊരു വിധത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചുളുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന സമയത്ത് ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ചുറ്റി വെച്ചിട്ട് കമത്തി വെച്ചിട്ട് രണ്ടടിയൊക്കെ കൊടുത്താൽ മതി കേട്ടോ, അത് ലെവലായിക്കോളേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ അതിൻ്റെ ചുളുക്കൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഭംഗിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇനി നമുക്കത് ഒന്നുകൂടെ ഒന്ന് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ടൊരു ചതുരത്തിലൊരു പലക എടുത്തിട്ടേ അതിൽ ആണി ക്രോസായിട്ട് അടിച്ചു കൊടുക്കണേ. ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നാടായിരിക്കണേ, കാരണം മണ്ണിലിട്ട് വലിക്കാനുള്ളതല്ലേ. അന്നേരം ഇത് ഊരിപ്പോകരുതല്ലോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നീളത്തിലുള്ളൊരു കോലെടുക്കുക. അത് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഇവിടെ ഉപയോഗശൂന്യമായിട്ട് കിടന്നൊരു മോപ്പാണ്. കുറേ നാളായിട്ട് നമ്മൾ കളഞ്ഞിട്ടിരുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളാണ് കേട്ടോ നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോപ്പ് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ, ആണിയുമായിട്ട്. ശ്രദ്ധിച്ചടിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യോ ആണിയും കൂടെ ഒട്ടിച്ചിരിക്കും കേട്ടോ. അന്നേരം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മളിത് ഉദ്ഘാടനം ചെയ്ത് എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയത് നമ്മുടെ സാധനം ശരിയായിട്ട് വന്നാക്കുന്നത്. നന്നായിട്ട് പുല്ലും അവിടെ നിൽക്കുന്ന പുല്ലും മണ്ണും ഒക്കെ നന്നായിട്ട് ദേ മണ്ണിൽ ഒട്ടിക്കിടക്കുന്ന കരിയിലകളൊക്കെ വരുന്നുണ്ടോ. ഇത്രയും നല്ല പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ഈ കമ്പിയിലേക്ക് കുറേ കഴിയുമ്പോഴത്തേക്കിന് കരിയിലകൾ നിറഞ്ഞു വരുമല്ലോ. കരിയിലകൾ നിറഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് കളഞ്ഞു കൊടുക്കാം കേട്ടോ. ഇത് നോക്കി എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കിയാൽ നമ്മൾ തൂത്തെടുക്കുന്നത്. മണ്ണിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന കരിയിലെ അതിൻ്റെ കൂടെ കുഞ്ഞു വള്ളി പോലത്തെ പുല്ലുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടുവേനൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു സഹായം തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഞാനിത് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒന്ന് എവിടെയോ ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു ചൂല്. അപ്പോൾ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇതുപോലൊരു ചൂല് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റുകളൊക്കെ അറിയിക്കണമേ.